ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗെയിമിംഗ് ബോയ്സ് ഒരു പ്രശ്നം പറ്റി ഗൈസ് പോയിരിക്കുകയായിരുന്നു. അതായത് എൻ്റെ ഫോണിന് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മുടെ ഫോൺ മൊത്തം നമ്മൾ റീസെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഗെയിമിംഗ് ബോയ്സ് വീണ്ടും എടുക്കുകയാണ്. ഗൈസ്, നിങ്ങൾ ഈ ബ്രാൻഡ് ഞാൻ കണ്ടിട്ടുണ്ടോ? അതെ, യോണക്സ്. അവിടേക്ക് എന്താ പറ്റിയിട്ടുണ്ട്? ഹലോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇതായിരുന്നു. നമ്മുടെ സച്ചുവിൻ്റെ ഒരു പഴയ പഞ്ഞബാറ്റായിരുന്നു. ഇപ്പോൾ അവൻ്റെ ചേട്ടൻ എവിടുന്നായിരുന്നേടാ? ഗൾഫിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്ന പുതിയ യോണക്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വാങ്ങിക്കണം, ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ട. ഇപ്പോൾ ഒരു ഉച്ച 4 മണിയാവാറായി. നല്ലൊരു ഇളം വെയിലുണ്ട്. അതിനുമായുള്ള ക്യാമറയായിട്ടുള്ള പ്രശ്നമുണ്ട്. എല്ലാവരും ക്ഷമിക്കണം. അപ്പം ഫസ്റ്റ് നമ്മുടെ വീഡിയോ നമ്മുടെ ക്യാമറമാനാണ്. ഇത് ക്യാമറമാൻ്റെയാണ്, എൻ്റെ അല്ല. ക്യാമറ സച്ചുവിൻ്റെയാണ്. സച്ചു, ഇതാരുടെയാടാ വാച്ച്? എൻ്റെ മൈ ഈ വാച്ചെൻ്റെ അല്ലേ ഗൈസ്? പിന്നെ എൻ്റെ വാച്ച് പോയി. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എന്നാലേ എനിക്കും ഒരു വാച്ച് വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ആ ബെല്ലിനൊക്കെ കൂടെ അടിച്ചു പൊട്ടിച്ചേക്കും. അപ്പം നമുക്ക് കളിയിലോട്ട് കിടക്കാം. സച്ചു മോനെ, നമ്മുടെ കുഞ്ചി സാറ്, കുഞ്ചി മേഡം കുഞ്ചി. അപ്പം നമുക്ക് കളിയിലോട്ട് കിടക്കാം. കളി തുടങ്ങുമ്പോൾ ഇതാണ് നമ്മൾ കളിക്കാൻ പറ്റുന്ന സ്ഥലം. ഗൈസ്, ഇവന്മാർ രണ്ടുപേരുടെ ബാറ്റാണ്. ഇവന്മാർ രണ്ടുപേരും എനിക്ക് തരത്തില്ല. അതുകൊണ്ട് ഞാനാണ് ക്യാമറമാൻ. നമുക്കെന്നാ വലിയ കളിയാണ്. ഇങ്ങോട്ട് നീങ്ങി നിൽക്കട്ടെ രണ്ടുപേരും. അവന്മാർ സെറ്റ് ആവട്ടെ. നമുക്ക് ഇതിനെ കൊണ്ടൊക്കെ ഗൈസ്, കാണുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഒരു കാറ്റായി മുഴഞ്ഞു കിളിവാതിലിൽ ചാരേ നിന്നെ കണ്ടുവാർക്കുവാൻ എങ്ങനെ വണ്ടികൾ പോകുന്നു. പോയിട്ട് വരുന്ന വഴിയാണ്. സച്ചുവിന് വയ്യാത്ത ഗൈസ്. ഓണത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കളിച്ചോടാ, അവന്മാർ കളിക്കുക. ഗൈസ്, ഓണത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ പറ്റിയ നല്ല നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. ഗൈസ്, ഇനിയും നമ്മുടെ സൈക്കിളിൻ്റെ നന്നാക്കലിൻ്റെ വീഡിയോ അടുത്തതായി വരും. വീണ്ടും ഞങ്ങൾ ചിലപ്പം, അതായത് വെച്ചാൽ ഞങ്ങളുടെ സൈക്കിൾ ഉണ്ടായിരുന്നു. അന്നേ വാങ്ങിച്ചപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പം ആ സൈക്കിളിൻ്റെ ചെയിന് എല്ലാം പോയി കിടക്കുമായിരുന്നു. അപ്പം ഷട്ടിലിൻ്റെ അമ്മമാരും അങ്കര മെസ്സിയും ജൊണാളെയും കളിച്ച് പറഞ്ഞു. അപ്പം അതിൻ്റെ ചെയിൻ ഇടുന്ന വീഡിയോ, അതിൽ ഗ്രീസ് ഒഴിക്കുന്നു. നമ്മുടെ സച്ചുവിൻ്റെ മാമൻ കൊടുത്തു വിട്ട് ഗ്രീസ്, ഓയിൽ ഗ്രീസ് അല്ലായിരുന്നോടാ? ഓയിൽ ഗ്രീസ്. ഓയിൽ ഗ്രീസൊക്കെ ഒഴിച്ച് സെറ്റൊക്കെ എടുക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തതായി വരും. ഓണത്തിൻ്റെ ഒരുപാട്. അത് കൂടാതെ നമ്മുടെ സച്ചുവിൻ്റെ മാമൻ നടന്ന ഒരു പ്രൊഫഷണൽ ഇറ്റാച്ചി ഡ്രൈവറാണ്. നമുക്കപ്പോൾ സൈക്കിൾ കാണിച്ചിട്ട് ഷട്ടിൽ ബാറ്റ് തുടങ്ങാം. ഇവിടെ കാറ്റെന്ന് പറയുന്ന സാധനം വളരെ ശല്യമെന്ന് പറഞ്ഞാൽ ലോക ശല്യമാണ്. ഒന്നേ മഴ, ഇല്ലേ കഠിന വെയിൽ, ഇല്ലേ കാറ്റ്. ഇത് മൂന്നും ഇല്ലാത്തൊരു സമയം ഇവിടെ ഇല്ല. വെറുതെ വിടത്തില്ല മൂന്ന് സാധനം. നമ്മുടെ സൈക്കിൾ ഒന്ന് കാണിച്ചേക്കാം എന്തായാലും. ഒന്നേ ഇല്ലേ ചിലപ്പോൾ ഉണ്ട്. ഇത് മൂന്നും ഒരുമിച്ച്. നമ്മുടെ സൈക്കിളിന് വേറെ പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെയിൻ ഊരി പോകും. നിങ്ങൾ സൈക്കിളൊക്കെ സഹായിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കടയിൽ കൊണ്ട് കൊടുത്താൽ നല്ല കിണ്ണം സൈക്കിളൊക്കെ ആക്കി ഇറക്കാൻ വേണ്ടി. നിങ്ങൾക്ക് യോണക്സ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കണ്ടേ. നോക്ക് മക്കളെ, യോണക്സ്. എൻ്റെ ബാറ്റിൻ്റെ കവറിൽ കൊണ്ട വീട്ടിൽ ഇരിക്കും. അല്ലേ എഴുതിയേക്കണുണ്ടോ? യോണക്സിൻ്റെ നല്ല റിയൽ കമ്പനി. ഗൈസ്, നമുക്ക് സൈക്കിളൊന്നും കാണണ്ട വരെ. നമുക്ക് പൊക്കി പിടിച്ചോണ്ട് പുറത്തിറങ്ങും. ഫസ്റ്റ് എൻ്റെ സൈക്കിൾ ഡ്രൈവിംഗ് സ്കില്ലായിരിക്കും നിങ്ങൾ എല്ലാവരും കാണാൻ പോകുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ ഹീറോയുടെ സൈക്കിള്. മൊത്തം പോയി കിടക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് കണ്ടേ, അമ്പാടിയുടെ വേറൊരു ഇതുണ്ട്. നിങ്ങളത് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഇത് ഏത് കമ്പനിയാണ്? ഷോക്ക് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ.
ഇവിടെ പിയോണർ സ്പോർട്ടിംഗ് ഗുഡ്സ്. ഇത് ഏതാ കമ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ സച്ചുവിൻ്റെ ബാറ്റ് ഒന്നുകൂടെ കാണിക്കുന്നു യോണക്സ്. നിങ്ങൾക്ക് യോണക്സ് നോക്കാൻ പറ്റുമെങ്കിൽ എങ്കിലും കമൻറ്റ് ചെയ്യണം. നമുക്ക് ലൈവ് ആവണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളൊരു 50 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും നമ്മൾ ലൈവ് ഇടും ഗൈസ്. ലൈവ് ഇട്ടെന്ന് വെച്ചാൽ ലൈവ് ഇടും. ഇല്ലടാ സച്ചു, നമ്മൾ ലൈവ് വായിച്ച് ഹായ് പറയത്തില്ലേ? യെസ്, നിങ്ങൾക്ക് ഹായ് പറയാം. നമ്മൾ യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് ഹായ് പറയാം. പേരെടുത്ത് ഹായ് പറയും. പേര് എഴുതിക്കണം. ചെയിൻ പോയി കിടക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. അത് മാറിക്കടാ, ഇത് മാറിക്കാം. എടാ ചെയിൻ പോയി കാണിക്കുന്നത് ഇതായിട്ട് ഗൈസ് കണ്ടോ? ചെയിൻ ലൂസാണ്. അപ്പോൾ ഫസ്റ്റ് സച്ചുവിൻ്റെ ഡ്രൈവർ രണ്ടും കൂടെ വലുതെടുത്ത് കിടക്കാനാണ്. എടാ തള്ളല് കണ്ടോ? സൈക്കിൾ ബാലൻസ് അവൻ പഠിച്ചു, പക്ഷെ എനിക്ക് പഠിച്ചു ഗൈസ്. പിന്നെ ഇവിടെ എപ്പോഴും ഗൈസ് എന്ന് പറയുന്നില്ല. പിന്നെ നമ്മുടെ 6 പട്ടിക്കുഞ്ഞുങ്ങൾ ഗൈസ് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അതിന് വന്നു പോകാം. അപ്പം ഇവിടെ പട്ടിക്കുഞ്ഞുങ്ങൾ വന്നു 6 അതിനെ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാം കമൻറ്റ് ചെയ്യുന്നത് ഞാൻ പറയും. ഇനി നമ്മുടെ അമ്പാടിയാണ് സൈക്കിൾ ഓടിക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പട്ടിക്കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ സ്ഥലത്ത് വന്നാൽ മതി. മൊത്തത്തിനും കടിയും ആന്തോക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊന്നും പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ബാറ്റിൻ്റെ കമ്പനി ചെയ്ത നിങ്ങളുടെ അമ്പാടിയാണ്. ഇവിടെ അമ്പാടി സാർ ഹായ് പറഞ്ഞു. അമ്പാടി എന്നിട്ട് വീണ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ ഇതുപോലൊക്കെ സൈക്കിൾ ഓടിക്കുമ്പോൾ ആള് ചെയ്താൽ ആള് മിക്കവാറും അപ്പുറത്ത് അയ്യത്ത് വല്ലതും പോയി കിടക്കേണ്ട അവസ്ഥ വരും. അമ്പാടി ഓടിക്കുന്നത് കണ്ടോണേ നിങ്ങള്, ഭയങ്കര സ്കില്ല. പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ എന്നെ വരെ തോപ്പിച്ചു കണ്ടോ? എന്തൊരു സ്കില്ലല്ലേ? നിങ്ങൾക്ക് ആരെയും ഇങ്ങനെ സ്കില്ലുണ്ടോ? ഇങ്ങനെ സ്കില്ലുണ്ടോ? എല്ലാം ഒന്നും കമൻറ്റ് ചെയ്യണ്ട, അടുത്ത വീഡിയോയ്ക്ക് പറഞ്ഞാൽ മതി. ആരെയും കളിയാക്കണ്ട. ഞങ്ങൾക്ക് 3 പേർക്ക് നേരെ സൈക്കിൾ പോലും ചവിട്ടാൻ അറിയത്തില്ല. നിങ്ങൾ വരുന്ന സപ്പോർട്ടും ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്. ആ പൈസ വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് നന്നാക്കുന്നത്. അപ്പം നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഞങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ കുറേ സബ്സ്ക്രൈബൊക്കെ തന്നു കഴിയുമ്പോൾ ഓരോരോ ഗീവ് ഒക്കെ അതെ ഗൈസ്, ഗീവ് ഞങ്ങൾ നടത്തണമെങ്കിൽ നിങ്ങളൊക്കെ വേണം. വളരെ ഭയങ്കരമായ സാധനങ്ങളായിരിക്കും. ചിലപ്പോൾ ഷട്ടിൽ ബാറ്റ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ പറയുന്ന സാധനം അടുത്ത ഗീവ് നടത്തും. പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എത്ര സബ്സ്ക്രൈബ് ആകുമ്പോൾ ഗീവ് നടത്തും? നിങ്ങളൊരു 50 സബ്സ്ക്രൈബർ ഞങ്ങളാകുമ്പോൾ ആദ്യത്തെ ഗീവ് നടത്തും ഗൈസ്. അത് നടക്കത്തില്ല. കാരണം ഗീവ് കുറേ സംഭവങ്ങൾ വേണം. അപ്പം ഞങ്ങളത് പറയാം. ഞങ്ങൾ ആദ്യത്തെ 500 സബ്സ്ക്രൈബർ ആദ്യത്തെ 50ാമത്തെ ഗീവ് അവേ വലിയ സാധനങ്ങളൊന്നും അല്ലായിരിക്കും. സാധനങ്ങൾ ആദ്യത്തെ 500ാമത്തെ സബ്സ്ക്രൈബർ ആകുമ്പോഴത്തേക്ക് ഞങ്ങളൊരു ഒരു സിൽവർ ബട്ടൺ എടുക്കുമ്പോൾ നല്ലൊരു സാധനം ഞങ്ങളൊരു നല്ലൊരു ഗീവ്. എത്ര പേർക്ക്? 3 പേർക്ക്. ഞാനത് പറയാൻ വരും. 3 പേർക്ക് ഗീവ് കിട്ടും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ബാറ്റൊന്നുമില്ല. ചിലപ്പോ നല്ല നല്ല ബാറ്റുകളായിരിക്കും വരുന്നത്. ചിലപ്പോ ഫിഷുകളായിരിക്കും, ചിലപ്പോ മീനുകളായിരിക്കും. പറയാൻ പറ്റത്തില്ല. ആദ്യത്തെ ഗീവില് ചിലപ്പോ ഫിഷ് ആയിരിക്കും. ഏത് ഫിഷാ? ഗപ്പി, ഗോൾഡ് ഫിഷ്, അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ. കോഴിക്കാർപ്പിന്റെ കുഞ്ഞിനെ ഞാൻ ഏറ്റിരിക്കുന്നു. 1 ലക്ഷം ആവാണെങ്കിൽ 1 ലക്ഷം ആണെങ്കിൽ അമ്പാടി കോഴിക്കാർപ്പ് എല്ലാവരും. പിന്നെ ഞങ്ങളൊരു ഗോൾഡ് ഇല്ല ഡയമണ്ടോ സബ്സ്ക്രൈബ് ബട്ടൺ എടുത്താൽ നിങ്ങൾക്കായിട്ട് വരുന്ന ഒരു സൈക്കിൾ ആയിരിക്കും. അയ്യോ, ചില്ലറ സാധനങ്ങളൊന്നുമല്ല, ഒരു പുതുപുത്തൻ സൈക്കിൾ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കെ. ഇതൊക്കെ നടക്കുമെന്നറിയത്തില്ല. നടന്നാൽ തീരുന്നു. നടന്നാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ആദ്യത്തെ എല്ലാ വീഡിയോയിലും അത്ര സബ്സ്ക്രൈബർ ആകുമ്പോൾ ആദ്യത്തെ 3 ആ വീഡിയോയിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇതുപോലെ 3ലും നോക്കും.
ആരാ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത, സെക്കൻഡ് സബ്സ്ക്രൈബ് ചെയ്തത്, സബ്സ്ക്രൈബ് ചെയ്തെന്ന് അതുമല്ല ഏതിനാണോ മീൻസ് നിങ്ങൾ അടുത്ത ഏത് വീഡിയോ വേണോ കമൻറ്റ് ചെയ്യണം. ഏത് കമൻറ്റാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയേക്കുന്നത് ആ വീഡിയോ ഞങ്ങൾ എടുത്തിടും. പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ഒക്കുന്നതാണ് ഞങ്ങൾ ആ വീഡിയോ ഇടും. ചിലപ്പോൾ എക്സ്പീരിമെൻ്റ് വീഡിയോസ് കാണും. സച്ച് നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാടാ അമ്പാടി എക്സ്പീരിയൻസ് ചിലപ്പോൾ നമുക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ചെയ്യാത്ത ബിസിനസ് ഇല്ലേ, അത് നല്ല രീതിയിൽ വർക്കായതായിരുന്നു. പക്ഷേ ഇവിടുത്തെ ആൾക്കാരൊക്കെ ചോദിച്ചായിരുന്നു ബാക്കി ഉണ്ടോ, പക്ഷെ നമുക്ക് ഒരു സാഹചര്യത്താൽ നിർത്തേണ്ടി വന്നു. പിന്നെ അതുപോലെ എക്സ്പ്ലോർ വീഡിയോസ് ഉണ്ട്. നമ്മൾ എക്സ്പ്ലോർ വീഡിയോസ് ഇല്ല, കുറേ സാധനങ്ങൾ തപ്പി പോകും. ഇവിടെ അടുത്തൊന്നും പക്ഷേ ദൂരെ പോകും. കണ്ടോ ഇമാരിവിടെ അടിച്ചുകൊണ്ടിരിക്കുക എന്തോന്നു കാറ്റടിക്കുക. അല്ല മുറുകൻ സാധനം എന്തി ഷട്ടിൽ പാറ്റാന്ന് പറയുന്നത് സൈക്കിളിൽ വമ്പടിക്കും. കാറ്റടിക്കുക അമ്മമാര്. അപ്പോൾ ഗൈസ് എക്സ്പ്ലോർ വീഡിയോസ് ഇതേ ഇവിടെ തന്നെ ഇരുന്ന് അടിച്ചോണ്ടിരിക്കുക കാറ്റ്. അവന്മാരോട് കാര്യം. അപ്പം ഞാനേ ഫുള്ളൊന്ന് വിശദീകരിക്കാം. അപ്പം എക്സ്പ്ലോർ വീഡിയോസ് ഉണ്ടാവും. വേണമെങ്കിൽ നമ്മളെവിടെയെങ്കിലും പോകുന്ന വീഡിയോസ് കാണും. അത് ചിലപ്പോഴേ കാണത്തുള്ളൂ, ഒന്നോ രണ്ടോ ഇല്ലടാ. എവിടെയെങ്കിലും പോകുന്ന വീഡിയോസ് കുറച്ചല്ലേ കാണത്തുള്ളൂ, ഇപ്പോഴേന്നും കാണത്തില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണാം. ആ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു അടിപൊളിയാ. നിങ്ങൾ പത്തനംതിട്ട താമസിക്കും, ഞങ്ങൾ പത്തനംതിട്ട കോന്നി സ്ഥലത്താണ് താമസിക്കുന്നത്. നിങ്ങൾ പത്തനംതിട്ടയിലാണെങ്കിൽ നിങ്ങൾക്ക് പത്തനംതിട്ട ഉള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ. പത്തനംതിട്ടക്കാരാണ് ഗൈസ്, പത്തനംതിട്ടക്കാര്. ഞങ്ങൾ അയ്യപ്പൻ്റെ ആൾക്കാരാ. ഇവൻ ക്രിസ്ത്യാനിയോ? ഇവൻ ക്രിസ്ത്യാനി. ഞങ്ങളെല്ലാവരും തെങ്ങുംകാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇത് തെങ്കാവുന്നല്ല, ഇവിടെ ITC പഠിക്കുന്ന ആളെ വിട്ട് അടുപ്പിക്കാനുള്ള പണിയാ. എന്ത്? ഓ ഇവര് ഗൈസ് അങ്ങനെയൊന്നും ചെയ്യരുത്, ഞങ്ങൾ പാവങ്ങളാണ്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ടൂർ ചെയ്യുന്നത്. ഗൈസ് അമ്പാടിയുടെ മീൻ ഇതുപോലത്തെ ഫിഷിൻ്റെ വീഡിയോസ് ചിലപ്പോൾ കാണും. നമുക്ക് 1,00,000 സബ്സ്ക്രൈബർ ആവുകയാണെങ്കിൽ ഇതേ രണ്ടെണ്ണം ഞങ്ങൾ ഗിവ് അവേ തരുന്നതാണ്. അപ്പം അതേ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളാണ് ഗൈസ്. 1,00,000 സബ്സ്ക്രൈബ്. അതുകൊണ്ട് ഇപ്പം തന്നെ ബബിൾ ഇട്ടുകൊണ്ട് എന്തി ഗൈസ് ഇതിന് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ബബിൾ ഇടുകയാണ്. ഇതുങ്ങൾ ബബിളിലാണ്. പക്ഷേ ഗോൾഡ് ഫിഷിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതിനെ ഇരുട്ടത്ത് വെക്കണം അവിടെ അമ്പാടി ഇരുട്ടത്ത് വെച്ചാലേ അത് കുഞ്ഞുങ്ങളുണ്ടാകത്തുള്ളൂ. അത് മുട്ട ഇടണമെങ്കിൽ അതിന് കഴിക്കാനും ആ ഇരുട്ടുമുറയെ കൊണ്ടുപോകണം, വെളിയെ എടുക്കുകയും ചെയ്യരുത്. എന്നാലേ അത് ബബിളിട്ട് അതിനകത്ത് മുട്ട ഇടത്തുള്ളൂ. അതിൻ്റെ കൂടെ ഗീവയുടെ കൂടെ മീനിൻ്റെ ഫുഡും കിട്ടുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ 1,00,000 സബ്സ്ക്രൈബ് കാണണം നല്ല പോലെ. ഈ കുഞ്ചിക്ക് വട്ടമല്ല ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതുപോലെ ഒത്തിരി ഞങ്ങൾക്ക് ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേന് ഒരു ഗീവ് അവേ. എടാ 50 ആകുമ്പോൾ എന്തോ ഗീവ് അവേ നടത്തുന്നേ? ചെറിയൊരു ഗീവ് അവേ ആയിരിക്കും 50 ആകുമ്പോൾ. നമ്മുടെ സച്ചുൻ്റെ എന്തൊക്കെയുണ്ടാ നറൂത്തോയെ പോക്കിമോന് ഈ രണ്ടും പല ടൈപ്പാണ്. നറൂട്ടോയിൽ 2 ടൈപ്പ് കാർഡ്സ്, പോക്കിമോണിൽ സിൽവർ ഗോൾഡ് ഉണ്ടോടാ, സിൽവറും ബ്ലൂവും. അതിനകത്തിൽ 3 നല്ല അടിപൊളി പവറുള്ള കാർഡ്സ് ഉണ്ട്. ഒരു ബ്ലാസ്റ്റോയ്സ് അല്ല ഒരു ബ്ലാസ്റ്റോയ്സ്, ഒരു ഗ്രീൻ കളർ സാധനം ഉണ്ടായിരുന്നു ഇല്ലടി, ഒരു ഗ്രീൻ കളർ സാധനം, അതിൻ്റെ പേര് ഞാൻ പറയും. പിന്നെ ഒരു ചാർലിസാണ്, ബ്ലാക്ക് ചാർലിസാണ്. ഓ അങ്ങനെ 3 കാർഡുണ്ട്. പക്ഷേ അത് 3 ഞങ്ങൾ ഗീവ് നടത്തത്തില്ല. ഇനി അഥവാ ഇതിന് 4-ാമത് കിട്ടിയാൽ നടത്തുകൂടാ ഗീവ്. അതുപോലെ ഞങ്ങൾക്കൊരു വഞ്ചി വാങ്ങിക്കണം, എന്നിട്ട് വേണം അതിനകത്ത്. എൻ്റെ വഞ്ചിയല്ലായിരുന്നോ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗായ്സ്.
ഇത്രയും നേരം കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. കല്ല് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിൽവറും ഗോൾഡും ബ്ലാക്കും ഒക്കെ കിട്ടും. 1050 സബ്സ്ക്രൈബറിന് കാർഡ്സ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ചിലപ്പോൾ ഫിഷ് ആയിരിക്കാം. ഫിഷ് എന്തായാലും ഇപ്പോഴേ കിട്ടത്തില്ല. അല്ല ഗപ്പി അത് അമ്പാടി എന്തായാലും തരുന്നില്ല. എൻ്റെ വീട്ടിൽ ഇല്ലേ. ഞാൻ തരും guys. 1 ലക്ഷം അവൻ തരുന്നത് ഏതായിരിക്കും? 2 കോഴിക്കറുപ്പിന്റെ കുഞ്ഞുങ്ങൾ. 2 കോഴി ഒരു ജോഡി. ഇവൻ തന്നില്ലേ ഇവിടെ ഞങ്ങൾ വയ്ക്കും. 1 ലക്ഷം സബ്സ്ക്രൈബർ ഇപ്പോഴൊന്നും ആക്കില്ല. ഇവ തന്നില്ലേ ഇവിടെ ഞങ്ങൾ തരും. എന്റെ മീൻ ജീവനോടെ ഇരിപ്പുണ്ടായി. എന്റെ മീനാണ്. അമ്പാടി ഇവൻ തന്നില്ലേ ഇവനെ ഞങ്ങൾ കൊടുക്കും, ഞങ്ങൾ തരും. അമ്പാടിയെ ഗീവമേ നടത്തും. ഇല്ലടാ അമ്പാടി എല്ലാവരും പറയും വേണ്ടോ. അമ്പാടി ഞങ്ങൾ ഗീവമേ നടത്തും. വേണമെങ്കിൽ 50 ആയി കഴിഞ്ഞാൽ ഒരു ഗീവമേ. 2 ഒരാൾക്ക് തന്നെ തരത്തില്ല. കോഴിക്കാർപ്പ് ഫസ്റ്റ് കിട്ടിയയാൾക്ക് കോഴിക്കാർപ്പും. അമ്പാടി കുട്ടാവ അമ്പാടി ഫസ്റ്റ് കിട്ടിയ ഒരാൾക്ക് കോഴിക്കാർപ്പ്, സെക്കൻഡ് കിട്ടിയ ആൾക്ക് മറ്റേ ഗോൾഡ് ഫിഷ്. ഇവൻ്റെ 5 ഗോൾഡ് ഫിഷ് ഉണ്ട്. ആദ്യത്തെ 50 സബ്സ്ക്രൈബ് ആവുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗപ്പി ഗീവേ കാണും. 1 ലക്ഷം ആകുമ്പോഴത്തേന് അമ്പാടി പറഞ്ഞ കോഴി ഗീവേ 50 ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഗപ്പികളെ തരുമായിരിക്കും, കാർഡ്സ് തരും. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പുതിയ കാർഡ്സ് തരുമായിരിക്കും. പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നോ ഫ്രീ കാർഡ്സ് ഇല്ല. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്നും തൊട്ടാൽ പോരെ. അതിൽ സബ്സ്ക്രൈബ് ആയി പ്ലീസ് ഗൈസ്. ഞങ്ങൾക്കാണ് ഗുണം. അതുകൊണ്ട് ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ട്. ഞങ്ങൾ ഒത്തിരി എഫേർട്ട് ഇതിലിടുന്നുണ്ട്. ഇതിന് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് 50,000 ലൈവ് നടത്തും. ഞങ്ങൾ ലൈവ് നടത്തുമ്പോൾ ആ ലൈവിൽ ഹായ് പറയാൻ വരും. അതിലും കാണും. പറയാൻ പറ്റില്ല, എന്ത് വേണമെങ്കിലും നടക്കും. അതുപോലെ ചിലപ്പോ ആ ലൈവിൽ വെച്ചായിരിക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അവരുടെ ഗീവ് അവേ നടക്കുന്നത്. പിന്നെ അതുപോലാണ് ചില യൂട്യൂബർ ഞാൻ അവരെ ചില യൂട്യൂബേഴ്സ് ഹായ് പറയത്തില്ല, പക്ഷെ ഞങ്ങൾ പറയും. നമ്മൾ ആദ്യത്തെ 50 സബ്സ്ക്രൈബേഴ്സിന്റെ പേര് കൊച്ചു പേപ്പറിലോട്ട് എഴുതി ഇടും. എന്നിട്ട് 3 പേപ്പർ നമ്മളെ കുഞ്ചിയം കൊണ്ട് നമ്മൾ എടുപ്പിക്കും. അവർക്ക് 3 പേർക്കും ആയിരിക്കും. കുഞ്ചിയായിരിക്കും നമ്മുടെ നറുക്കെടുപ്പ് നടത്തുന്നത്. എല്ലാപ്പോഴും അങ്ങനെ ആയിരിക്കും നടത്തുന്നത്. അല്ല, എടുത്തില്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് കാണിക്കില്ല, കമൻറ്റ് ചെയ്താൽ മതി. ഓരോരുത്തരുടെ പേര് കമൻറ്റ് ചെയ്യണം. ഞങ്ങളത് പേപ്പറിൽ എഴുതി നറുക്കെടുപ്പ് നടത്തും. അതിൽ 3 പേർക്ക് ആദ്യം കിട്ടുന്നവർക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ നടത്തും ഞങ്ങൾ ഗീവ് അവേ. അമ്പാടി കുപ്പി ഉണ്ട് അവിടെ വെച്ചേക്കുക. കുപ്പി പറന്ന് വന്ന് നമ്മുടെ കയ്യിരിക്കും. അമ്പാടി മജീഷ്യൻ. അപ്പോൾ ഗൈസ് എടാ സച്ചു വെള്ളം കുടിക്കാൻ പോയി. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഗീവ് അവേ നടത്തും. ഞാൻ 1.5 മണിക്കൂർ കൊണ്ട്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരു സബ്സ്ക്രൈബർ അത് ഞങ്ങൾക്ക് മാത്രം മതി ഗൈസ്. ഒരു സബ്സ്ക്രൈബർ മതി. ഇപ്പോൾ ഇത് വൈറലാവത്തില്ല, പോകെ ഒരു 100K. ഞാൻ ഇന്ന് ഗോൾ ഇട്ടേക്കുന്നത് 50K ലൈക്ക് കിട്ടും. അത്രയൊന്നും കിട്ടത്തില്ല. സജ്ജു നിർത്താം. അപ്പം ഗൈസ് ഇപ്പം ഞങ്ങൾ വീഡിയോ നിർത്താൻ പോവാണ്. എൻ്റെ വീടാണിത്. എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാനിത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അമ്മ പറഞ്ഞു ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങളിത് ഇനി സച്ചു പിടിക്കുന്നതായിരിക്കും. സച്ചുമാൻ ക്യാമറമാൻ. അപ്പം നമ്മളൊന്ന് വീഡിയോ പോസ് ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ചെയ്ത നമ്മളപ്പോൾ താഴെ ചെന്നിട്ട് വീഡിയോ ഓൺ ചെയ്യുന്നതായിരിക്കും. ഇതായിരുന്നു കേറ്റിക്കണോ അമ്പാടി കേട്ടണേ. സൈക്കിളും കൊണ്ട്
ഇവനെ കാറ്റടിക്കാൻ പറഞ്ഞു ഇവനെ അത് അല്ല ഫ്രണ്ട് മാത്രം പഞ്ചറല്ല ബൈക്കാ പഞ്ചർ കാറ്റടിച്ചേ പോയി കാറ്റ് അടിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം ബൈ.